السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവർ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ട പാങ് സ്കൂളിലുള്ള കുറേ സഹോദരി സഹോദരന്മാർ അപകടപ്പെട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്കെല്ലാം അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരം അപകടങ്ങളിൽ അള്ളാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, സൂറത്ത് ഖുർആനിൽ നിന്നുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്, വിവരിക്കുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ولما جاءهم كتاب من عند الله مصدق لما معهم അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഫലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖുൻ ലിമാ മഅഹും അവർക്ക് അവരോടൊപ്പമുള്ളതിനെ ശരിവെക്കുന്ന, സത്യമാക്കുന്ന ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ. വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥം വരുന്ന പ്രവാചകൻ മുഖേന അവിശ്വാസികൾക്കെതിരെയിൽ വിജയം നേടിക്കൊടുക്കുവാൻ വേണ്ടി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫൂ അവർക്ക് സുപരിചിതമായ, പരിചയമായ ആ സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് കഫറു ബിഹി അവരെന്ത് ചെയ്തു? അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ അതിനാൽ ആ നിഷേധികൾക്കത്രേ അള്ളാഹുവിൻ്റെ ശാപം. അവരെ കൂടെ ഉണ്ടായിരുന്ന ഗ്രന്ഥം അത് സത്യം ആണ് എന്നവർക്കറിയാം. ഇനി പ്രവാചകന്മാർ വരുമ്പോഴും അതിനെ വിശ്വസിക്കാനുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവർ വന്നപ്പോൾ, അതായത് ആ ഗ്രന്ഥം വന്നപ്പോൾ, ഫലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും മിനത്ത് തൗറാത്ത് തൗറാത്താണ് അവരുടെ കൂടെ ഉള്ളത്. അതിന് ശേഷം എന്ന ഗ്രന്ഥം ഏതാണ്? ഒരു ഖുർആനാണ്. പക്ഷേ ആ ഖുർആനെ ശരിവെക്കുന്ന ഗ്രന്ഥമായിരുന്നു തൗറാത്ത്. പക്ഷേ അവരെന്ത് ചെയ്തു? ഈ ഗ്രന്ഥം അഥവാ പ്രവാചകൻ ഗ്രന്ഥം വരുന്നതിന് മുമ്പ് അവർ അങ്ങനെ ഒരു ഗ്രന്ഥം വരണം, ഒരു പ്രവാചകൻ വരണം എന്നാഗ്രഹിച്ചിരുന്നു അവസാന നാളിൽ. പക്ഷേ വലമ്മാ ജാഅഹും മാ അറഫൂ മിനൽ ഹഖ് യാഥാർത്ഥ്യം അവരറിയും. അങ്ങനെ വന്നപ്പോൾ ബിഅ്സത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വമാണ്. അങ്ങനെ വന്നപ്പോൾ കഫറു ബിഹി ഹസദൻ അസൂയ കൊണ്ടും ഖൗഫൻ അല റിയാസത്തി അവർ അസൂയ കൊണ്ടും അവർക്കുള്ള മേൽക്കോയ്മ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നുകൊണ്ടുമാണ് അവരതിനെ തള്ളിപ്പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്തിന്, പ്രവാചകത്വം വരുന്നതിന്. അങ്ങനെ വന്നപ്പോൾ ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ സത്യനിഷേധികളെ മേൽ അള്ളാഹു ശപിച്ചു, ലഅനത്ത് ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അവരത് വിശ്വസിക്കുന്നവരായിരുന്നു. പക്ഷെ വിശ്വസിക്കാനുള്ള ഗ്രന്ഥം വന്നപ്പോൾ അവരെ ചുവട് അവർ മാറ്റിക്കളഞ്ഞു. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله
على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده. അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, ഇതാണ് ഉദ്ദേശം, അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്തു? അവരുടെ മേൽ അനുഗ്രഹം ഇറക്കിക്കൊടുത്ു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഈർഷ്യതയുണ്ടായി. അലാമയ്യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ ഇറക്കിക്കൊടുത്തത് കാരണമായിക്കൊണ്ട് അവർക്ക് ഈർഷ്യത വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ ആത്മാക്കളെ വിറ്റുകൊണ്ടവർ വാങ്ങിയ ചില വില എത്ര മോശമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം അവനിഷ്ടപ്പെട്ട അവരുടെ അടിമകളിൽ നിന്ന് അവരെന്ത് ചെയ്തു? അവര് നിസ്സാരമായിരിക്കുന്ന ചില വിൽപ്പനകൾ അവർ നടത്തി. അത് വളരെ മോശമായതാണ്, വളരെ മോശമായതാണ്. അപ്പോ അവർ അങ്ങനെ കോപത്തിന് മറ്റൊരു കോപത്തിന് പാത്രമായിക്കൊണ്ട് അവരെന്ത് ചെയ്തു? മടങ്ങി. സത്യനിഷേധികൾക്ക് അത്രയും നിന്ദ്യമായ ശിക്ഷയാണ്. അല്ലാഹു അദാബിൻ മുഹീൻ, വളരെ വേദനാജനകമായിരിക്കുന്ന ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത്. അലാമൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവർക്ക് മിൻ ഇബാദി, അവൻ അടിമകളെന്നും റിസാലത്ത് പ്രവാചകത്വം നൽകുന്നത് കൊണ്ട് അങ്ങനെ റജഉ, അവർ മടങ്ങി ബിഗളബിൻ മിനല്ലാഹി ബികുഫ്രിഹിം, അവരെ സത്യനിഷേധം കാരണമായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ക്രോധം കൊണ്ട് അവർ മടങ്ങി. അലാ ഗളബിൻ, മറ്റൊരു കോപത്തോട്. ഇസ്തഹഖു മിൻ ഖബലി തൗറാത്തിന്റെ വരവ്, ആ തൗറാത്തിലുള്ള കാര്യങ്ങൾ അവർ വിശ്വസിക്കുക. പക്ഷെ അവർ അങ്ങനെ എന്ത് ചെയ്തു? വൽകുഫ്രി ബിഈസാ, ഈസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് അവർ സത്യനിഷേധത്തിലായി. അപ്പോൾ വലിൽ കാഫിരീന അദാബ് മുഹീൻ, ഇഹാനത്തിൻ, വളരെ മോശമായ ശിക്ഷ അവർക്ക് അള്ളാഹു നൽകുന്നതാണ് സത്യനിഷേധികൾക്ക്. അള്ളാഹു തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കുകയും ആ തൗറാത്ത് പറഞ്ഞതനുസരിച്ച് കൊണ്ട് വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവർ സത്യനിഷേധികളായി മാറി. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ലഅനത്ത്, ശാപം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. وإذا قيل لهم, അവരോട് وإذا قيل لهم آمنوا بما أنزل الله, അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച ഖുർആൻ അതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ ഖാലൂ അനുഉമിനു ബിമാ ഉൻസില അലൈനാ, അവർ പറയും ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുക. പക്ഷേ വയക്ഫുറൂന ബിമാ വറാഅഹു, അവരുടെ അടുക്കലുള്ള വേദങ്ങൾക്ക് ശരിവെക്കുന്ന സത്യ അവർ അതിനപ്പുറത്തുള്ളതിനെ അവരെന്ത് ചെയ്യുന്നു? അവർ നിഷേധിക്കുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥം എന്താണ്? വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും, അവരോടൊപ്പമുള്ള ഇത് ശരിവെക്കുന്ന സത്യ സന്ദേശവുമാണത്, വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നബിയെ വഹുവൽ മുസദ്ദിഖു ലിമാ മഅഹും ഖുൽ, നബിയെ നിങ്ങൾ പറയുക, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബൽ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്തിനായിരുന്നു
മുമ്പൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചു കൊണ്ടിരുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വാസമുള്ളവരാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മുൻപ് എന്തിനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചു കളഞ്ഞതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. ഖത്തൽത്തും അംബിയ അല്ലാഹി മിൻ ഖബ്ലി ഇൻ കുന്തും മുഅ്മിനീന ബിത്തൗറാത്തി, തൗറാത്ത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കൂ. അവർ കുറഞ്ഞ കാര്യം വിശ്വസിക്കും, കുറഞ്ഞത് അവിശ്വസിക്കുകയും. ഇതായിരുന്നു ഇവരുടെ പരിപാടികൾ. അപ്പോൾ അവരോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചു കളഞ്ഞതെന്ന് അവരോട് ചോദിക്കുക. സാന്ദ്രമാം പർദ്ദയാൽ ആച്ഛാദനം ചെയ്ത ചേതസ്സിലുണ്ടോ കടക്കുന്നു ദീപ്തികൾ, യവം പരിഹസിച്ചോതും നിഷേധികൾ, ഈശ്വരൻ കോപേന ശാപങ്ങൾ നൽകിനാൻ, അള്ളാഹുവിൻ ശാപമാർജിച്ച കാരണ ജലജ്ഞരായി പപിച്ചു പോയി ജനം, പൂർവവേദങ്ങൾ സ്വീകരിച്ചിടുന്ന സാരമാം ഗ്രന്ഥം ലഭിച്ചോരു വേളയിൽ, പള്ളെന്നു ചൊല്ലി തിരസ്കരിച്ചിടുന്നു കഷ്ടമോർത്തിടുകിൽ ദുർവൃത്തരാം ജനം, അന്തരപ്പോരിൽ തുരത്തുലാനീ ജനം നമ്മോടു കേണിനെന്നിടുനാരോർക്കുവിൻ, സത്യം നിഷിദ്ധമെന്നോതുന്ന മർത്യരിൽ പ്രത്യക്ഷമായി വരും ദൈവിക ശിക്ഷകൾ, സത്യവിശ്വാസം വളർത്തുവാൻ ഈശ്വരൻ നൽകുന്ന സന്ദേശമൊക്കെയും സ്വാർത്ഥരായി തള്ളുന്നൊരീ ജനം നിജരാണത്രയും, വഞ്ചിച്ചു നിസ്ത്രപം സ്വന്തമാത്മാക്കളെ വർഗവ്യത്യാസം ഗണിക്കാതെ ഈശ്വരൻ ഭക്തനാം ദാസനെ സന്ദേശമേകുവാൻ ഭൂമൗ നിയോഗിച്ചയക്കയാൽ യൂതരിൽ കാലുഷ്യമുണ്ടായി മറ്റില്ല കാരണം, ദിവ്യമാം ഗ്രന്ഥം നിഷേധിച്ച കാരണാൽ രക്ഷകൻ കോപം ജ്വലിച്ചു യൂതരിൽ, സത്യം നിഷേധിച്ച മുലമിപ്പാപികൾ നിന്ദ്യമാം ശിക്ഷയ്ക്കു പാത്രമായി തീർന്നിടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അവൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും വർഷിച്ചു തരുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് നാഫിയായും ഓർമ്മ ബുദ്ധിയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. കഴിഞ്ഞ ദിവസം വാൽപ്പാറയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ സഹോദരി സഹോദരിമാർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവർക്ക് സ്വർഗ്ഗം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന് ശാന്തിയും സമാധാനവും ക്ഷമയും നൽകട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് എല്ലാവിധമായ കാരുണ്യവും എല്ലാവിധമായ കാവലും നൽകി അനുഗ്രഹിക്കട്ടെ. പോലും അപൂർവമായ ഹജ്ജും സിയാറത്തും നിർവഹിച്ച് സത്യം വിശ്വസിച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് ചൊല്ലിച്ചുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരണപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.